വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. പഞ്ചാരക്കൊല്ലി വനമേഖലയിലെ രാധയാണ് മരിച്ചത്. രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ സഹായവും കുടുംബാംഗത്തിന് താൽക്കാലിക ജോലിയും നൽകാൻ തീരുമാനിച്ചെന്ന് മന്ത്രി OR കേളു അറിയിച്ചിട്ടുണ്ട്. ഇതിൽ അടിയന്തര ധനസഹായം 5 ലക്ഷം രൂപ മന്ത്രി OR കേളു രാധയുടെ വീട്ടിലെത്തി കുടുംബത്തിന് കൈമാറി. നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലാനാണ് സർക്കാർ ഉത്തരവ്. പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം വനാതിർത്തിയിലെ തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കുന്നതിനിടെയായിരുന്നു താൽക്കാലിക വനം വാച്ചറുടെ ഭാര്യയായ രാധയെ കടുവ ആക്രമിച്ചത്. കടുവ സ്ത്രീയെ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയി. തോട്ടത്തിൽ നിന്ന് 100 മീറ്റർ അകലെ വനത്തിനുള്ളിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വനമേഖലയിൽ മാവോയിസ്റ്റ് നിരീക്ഷണം നടത്തുകയായിരുന്ന തണ്ടർബോൾട്ട് സേനയാണ് മൃതദേഹം ആദ്യം കണ്ടത്. വിവരമറിഞ്ഞയുടൻ മന്ത്രി OR കേളുവും ഉന്നത വനപാലകരും സ്ഥലത്തെത്തി മൃതദേഹം വനത്തിൽ നിന്ന് പ്രിയദർശിനി എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തിച്ചു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നും കുടുംബത്തിന് സഹായവും പ്രദേശവാസികൾക്ക് സുരക്ഷയും ഒരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതേസമയം മരിച്ച രാധയുടെ കുടുംബവുമായി സംസാരിച്ച ശേഷം കുടുംബത്തിന് ധനസഹായമായി നിലവിലുള്ള മാനദണ്ഡപ്രകാരം 10 ലക്ഷവും അതിനു പുറമെ 1 ലക്ഷവും ചേർത്ത് 11 ലക്ഷം നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. ഇതിൽ അടിയന്തര ധനസഹായം 5 ലക്ഷം രൂപ മന്ത്രി OR കേളു കുടുംബത്തിന് കൈമാറി. സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഭർത്താവ് താൽക്കാലികമായിട്ട് ഇപ്പോൾ വാച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളിൽ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഫോറസ്റ്റുകാരെ അങ്ങനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അത് മന്ത്രി തന്നെ ആ ഉത്തരവാദിത്തം ഏൽക്കണം എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ അത് ഉന്നയിക്കാനും അത് കൊണ്ടുവരാനും മന്ത്രി തന്നെ മുൻകൈ എടുത്ത് നടപ്പാക്കേണ്ട ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. 11 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. കൈരളി ന്യൂസ്, വയനാട്.